വെൽക്കം ബാക്ക് ടു ടെക്കി മീഡിയ. സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി 6 പാത നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബൈപ്പാസുകളും ആകാശപാതകളുമൊക്കെയായി നാടിന്റെ ഗതാഗത മേഖലയിൽ വമ്പൻ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. മലപ്പുറം ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടൊരു ബൈപ്പാസ്, അതാണ് വളാഞ്ചേരി ബൈപ്പാസ്. മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി കാപ്പിരിക്കാട് റീച്ചിൽ വരുന്ന വളാഞ്ചേരി ബൈപ്പാസിന്റെ പുരോഗതിയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വെട്ടിച്ചിറ ടോൾ പ്ലാസ കഴിഞ്ഞ് കരിപ്പോൾ ഒന്നാമത്തെ റീച്ച് അവസാനിക്കും. എഞ്ചിനീയറിംഗ് മഹാത്ഭുതമായ വട്ടപ്പാറ വയഡക്റ്റ് വരുന്നത് രണ്ടാമത്തെ റീച്ചിലെ വളാഞ്ചേരി ബൈപ്പാസിലാണ്. വട്ടപ്പാറ വയഡക്റ്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ വട്ടപ്പാറ വളവിനെ പറ്റി അറിയണം. വളാഞ്ചേരിയിൽ നിന്ന് ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് വട്ടപ്പാറ. വെട്ടിച്ചിറയ്ക്കും വളാഞ്ചേരിക്കും ഇടയിൽ വട്ടപ്പാറയുള്ള ഒരു കുപ്രസിദ്ധ വളവാണ് വട്ടപ്പാറ വളവ്. ഒറ്റ നോട്ടത്തിൽ വളരെ സാധാരണമായ ഒരു 90 ഡിഗ്രി വളവ് മാത്രമാണെങ്കിലും ആഴ്ചയിൽ ഒരു അപകടം എന്നത് ഇവിടത്തെ പതിവാണ്. വർഷാവർഷം ഈ വളവിൽ തലകുത്തനെ മറിഞ്ഞിട്ടുള്ള വാഹനങ്ങൾക്ക് കണക്കില്ല. കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടയിൽ ഇവിടെ നടന്നത് 300-ലധികം വാഹനാപകടങ്ങളാണ്. 30-ലധികം മരണങ്ങൾ, 200-ലധികം പേർക്ക് പരിക്കും. വാഹനങ്ങൾ വരുന്നതും മറയുന്നതും ഫയർഫോഴ്സ് പാഞ്ഞു വന്ന് ഉയർത്താൻ ശ്രമിക്കുന്നതുമൊക്കെ ഒരു പതിവ് അനുഷ്ഠാനം പോലെയാണ് ഈ പ്രദേശവാസികൾക്ക് അനുഭവപ്പെടാറുള്ളത്. ആളുകൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കും ജീവഭയങ്ങൾക്കും പുറമെ ഈ അപകടങ്ങൾക്ക് പലപ്പോഴും പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട്. പാചകവാതകവും കെമിക്കലുമായി കൊച്ചിയിലേക്ക് പോകുന്ന ടാങ്കർ ലോറികളാണ് ഇവിടെ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളുടെ പേരിൽ അർദ്ധരാത്രി പലവട്ടം പ്രദേശവാസികൾ കിടക്കപ്പായിൽ നിന്ന് ഇറങ്ങിയോടിയ ചരിത്രം വരെയുണ്ട്. കൂടുതലായിട്ടും ഗ്യാസ് വണ്ടിക്ക് നിയന്ത്രണമില്ലാത്ത വരവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും പേടിയാണ്. ഞങ്ങൾ പേടി പറഞ്ഞാൽ അത് മറിഞ്ഞ് ലീക്കായ ഗ്യാസ് പുറത്തായി ഭക്ഷണം വെക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വലിയ വിഷമമാണ്. അപ്പോൾ അവിടെ അപ്പോൾ ഇത് നിത്യസംഭവമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചില വീടുകളൊക്കെ തന്നെ ഇവിടുന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. വളവിനെ സമീപിക്കുമ്പോൾ റോഡിനുള്ള ഇറക്കം, വളവിലെ റോഡ് നിർമ്മാണത്തിൽ പ്രതലത്തിന്റെ ചരിവിന്റെ കാര്യത്തിൽ പാലിക്കേണ്ട ശാസ്ത്രീയതയുടെ കുറവ് തുടങ്ങിയവയാണ് ഇവിടെ തുടർച്ചയായ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നത്. വട്ടപ്പാറ വളവും വളാഞ്ചേരി നഗരവും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് വളാഞ്ചേരി ബൈപ്പാസ് വരുന്നത്. വട്ടപ്പാറ വയഡക്റ്റ് നിലവിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ വയഡക്റ്റാണ്. 2 കിലോമീറ്ററിലധികം ദൈർഘ്യം ഈ വയഡക്റ്റിനുണ്ട്. നീളമുള്ള എലവേറ്റഡ് റെയിലിനെയോ റോഡിനെയോ പിന്തുണയ്ക്കാൻ കമാനങ്ങളോ തൂണുകളോ നിരകളോ അടങ്ങുന്ന ഒരു പ്രത്യേകതരം പാലമാണ് വയഡക്റ്റ്. സാധാരണഗതിയിൽ ഒരു വയഡക്റ്റ് ഏകദേശം തുല്യമായ ഉയരത്തിലുള്ള 2 പോയിന്റുകളെ ബന്ധിപ്പിക്കുന്നു. ഇത് വിശാലമായ താഴ്വര, റോഡ്, നദി അല്ലെങ്കിൽ മറ്റ് താഴ്ന്ന ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയ്ക്ക് കുറുകെ നേരിട്ട് ഓവർപാസ് അനുവദിക്കുന്നു. ലാറ്റിനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വയഡക്റ്റ് എന്ന പദം. റോഡ് എന്നും നയിക്കുക എന്നുമൊക്കെയാണ് അർത്ഥം. സാധാരണ പാലങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ 3 മടങ്ങ് ചെലവ് വരും വയഡക്റ്റ് നിർമ്മിക്കാൻ. എന്നാൽ പ്രകൃതിക്ക് കാര്യമായ ദോഷം വരില്ല എന്നതാണ് ഗുണം. വട്ടപ്പാറ നിന്ന് തുടങ്ങി ഒണിയമ്പാലമാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത്. 4.18 കിലോമീറ്ററാണ് ഈ ബൈപ്പാസിന്റെ ദൈർഘ്യം. ഒരു വയഡക്റ്റ്, 2 മൈനർ ബ്രിഡ്ജ്, ഒരു സ്മോൾ വെഹിക്കിൾ അണ്ടർപാസ്, ഒരു വെഹിക്കിൾ അണ്ടർപാസ് എന്നിവയാണ് ഈ ബൈപ്പാസിൽ അടങ്ങുന്നത്. ഭാഗികമായി ബൈപ്പാസ് തുറന്നുകൊടുക്കുന്നതോടുകൂടി വളാഞ്ചേരി ടൗണിലെ ബ്ലോക്കുകൾക്ക് അവസാനമാവുകയാണ്. കുറച്ച് ദിവസങ്ങളായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് കേരളത്തിലെ ദേശീയപാതകളിൽ 2 വീലറുകൾക്ക് മെയിൻ കാരേജ് വേയിൽ പ്രവേശനമില്ല എന്നത്. തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയാണിത്. ഇന്നേ വരെ, അതായത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം വരെ അങ്ങനെ ഒരു ഓർഡറോ ഓർഡിനൻസോ NHA പുറത്തിറക്കിയിട്ടില്ല. കേരളത്തിലെ NHA ഓഫീസുകളിൽ ഞങ്ങൾ അന്വേഷിച്ചു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത മാധ്യമ സൃഷ്ടിയാണ്. മാത്രമല്ല, ഇത്തരം വാർത്ത പബ്ലിഷ് ചെയ്ത പ്രമുഖ മാധ്യമങ്ങൾ ഈ വാർത്തയുടെ സോഴ്സ് പുറത്തുവിട്ടിട്ടില്ല.
അതല്ല ഇനി കേരളത്തിന് പുറത്തുള്ള എക്സ്പ്രസ് വേകൾ കണ്ട് ഇവർ തെറ്റിദ്ധരിച്ചതാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള എക്സ്പ്രസ് വേകളും കേരളത്തിലെ ഹൈവേകളും ഒരുപാട് വ്യത്യാസമുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഹൈവേകളിൽ, അതായത് ബാംഗ്ലൂരു ചെന്നൈ എക്സ്പ്രസ് വേ, മുംബൈ പൂനെ എക്സ്പ്രസ് വേ തുടങ്ങിയ ഹൈവേകളിൽ ഒന്നും 2 വീലേഴ്സിന് പ്രവേശനമില്ല. എന്നാൽ ഇവിടെയെല്ലാം 2 വീലേഴ്സിനും 3 വീലേഴ്സിനും മെയിൻ കാരേജ് വേയോട് ചേർന്ന് ത്രൂ ഔട്ട് സർവീസ് റോഡ് അല്ലെങ്കിൽ പാരലൽ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് റോഡ്സ് ഉണ്ട്. വയഡക്റ്റുകളും ബ്രിഡ്ജുകളും അടക്കം മറികടക്കാൻ സാധിക്കും. എന്നാൽ കേരളത്തിൽ ഹൈവേകളിൽ സർവീസ് റോഡ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മാത്രമല്ല മേജർ ബ്രിഡ്ജും വയഡക്റ്റുകളും മറികടക്കാൻ മറ്റൊരു വഴിയുമില്ല. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ആക്സിഡന്റ് ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ പൂർണ്ണമായും ഭാഗികമായും തുറന്നുകൊടുത്ത ഹൈവേകളിൽ ഈ ചെറിയ കാലയളവിൽ 2 വീലേഴ്സിന് മാത്രം 100 കണക്കിന് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ പകുതി പേരും മരണപ്പെട്ടു എന്നുള്ളത് ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നവും തണലുമാണ് റോഡിൽ നഷ്ടമായത്. ആക്സിഡന്റ് നിരക്കും മരണനിരക്കും ഇനിയും ഉയർന്നാൽ ഈ റോഡിൽ പൂർണ്ണമായും 2 വീലേഴ്സ് നിരോധിക്കാൻ NHA നിർബന്ധിതരാകും. അതിനുള്ള അധികാരവും NHAയ്ക്കുണ്ട്. അതുകൊണ്ട് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് 2 വീലേഴ്സിന് അനുവദിച്ച വേഗതയിൽ ലെഫ്റ്റ് ട്രാക്ക്, അതായത് സ്ലോ ട്രാക്ക് മാത്രം കീപ്പ് ചെയ്ത് വാഹനം ഓടിക്കുക. സ്പീഡ് ട്രാക്ക്, ഓവർടേക്കിംഗ് ട്രാക്ക് എന്നിവയെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഹൈവേയിൽ ഇരുചക്ര വാഹനം ഉപയോഗിക്കാം. എല്ലാവർക്കും കാർ ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അതുകൊണ്ട് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുക. 2 വീലേഴ്സ് മാത്രമാണ് നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നത് എന്ന് കരുതരുത്. നല്ല ഒരു ശതമാനം വാഹനങ്ങളും അത്യാവശ്യം നന്നായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തിട്ടാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. അപകടങ്ങളിൽപ്പെട്ട വാഹനങ്ങൾ റോഡ് സൈഡിൽ കിടക്കുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയാണ്. ഇതൊന്ന് നോക്കിയേ. മലപ്പുറം പുത്തനത്താണി എന്ന സ്ഥലത്ത് കണ്ട കാഴ്ചയാണിത്. ഒരു KSRTC ബസ് ഓവർടേക്കിംഗ് ട്രാക്കിലൂടെ പതുക്കെ പോകുന്ന കാഴ്ചയാണിത്. പുറകിലുള്ള സ്വിഫ്റ്റ് കാർ ഒരുപാട് നേരമായി ട്രാക്ക് ക്ലിയർ ചെയ്തു കൊടുക്കാൻ ഈ ബസിന്റെ പുറകിൽ നിന്ന് വന്ന് ഹോൺ അടിക്കുന്നു. എന്നാൽ ഒരുപാട് സമയമായിട്ടും സൈഡ് കിട്ടാത്തതിനാൽ നിയമം പാലിച്ച് വാഹനം ഓടിച്ചു വന്ന ഈ സ്വിഫ്റ്റ് ചേട്ടൻ ഈ KSRTC ബസ് കാരണം നിയമം ലംഘിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇതുപോലെ നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവർ മറ്റുള്ളവർ നിയമം പാലിക്കാത്തത് കാരണം നിയമം ലംഘിക്കേണ്ടി വരുന്ന അവസ്ഥ ഞങ്ങൾ ഒരുപാട് റോഡിൽ കണ്ടു. ആദ്യം ഞങ്ങൾ കരുതിയത് മിന്നൽ ബസ് ആയതുകൊണ്ടാണെന്നാണ്. പക്ഷേ ബസ്സിൽ യാത്രക്കാരില്ല. മാത്രമല്ല മിന്നലാണെങ്കിലും ഇടിയാണെങ്കിലും ലൈൻ ട്രാഫിക്കിംഗ് റൂൾസ് പൂർണ്ണമായും പാലിക്കാതെയാണ് വാഹനം ഓടിക്കുന്നത്. KSRTC മാത്രമല്ല പ്രൈവറ്റ് ബസ്സുകളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ മാറ്റേണ്ടതുണ്ട്. ഇത്രയും കാലം നമ്മൾ യാത്ര ചെയ്ത 2 വരി റോഡുകളല്ല ഇത്. 6 വരി പാതയിൽ ലൈൻ ട്രാഫിക്കിംഗ് മനസ്സിലാക്കി വാഹനം ഓടിച്ചിട്ടില്ലെങ്കിൽ ഈ റോഡ് ഒരു ദുരന്ത ഭൂമിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എങ്ങനെയാണ് 6 വരി പാതയിൽ വാഹനം ഓടിക്കേണ്ടത് എന്ന വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. സേഫ്റ്റി ഈസ് നോട്ട് ജസ്റ്റ് എ റൂൾ, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.